വെൽക്കം ഫ്രണ്ട്സ്. ഇതേ ഞങ്ങൾ സൈക്കിളായിട്ട് ഇറങ്ങിയേക്കാണ്. എങ്ങോട്ട് പോകുന്നൊരു തീരുമാനമൊന്നുമില്ല, വെറുതെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയേക്കണത്. അലക്സ്, ഞങ്ങൾ 3-4 മലയാളികളുണ്ട് ഇവിടെ. അതെ, അതിലൊരുത്തനാണിത് അലക്സ്. എന്ന് ഇങ്ങോട്ട് നോക്കടാ, അവന് നാണം. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണിത്, അത് കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഇതാണ് ഞങ്ങളുടെ സൈക്കിള്, കണ്ട. ഇതെൻ്റെ സൈക്കിള്, ഇതവൻ്റെ സൈക്കിള്. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞങ്ങൾ ജോലി ചെയ്യണ ഇൻട്രസ്റ്റിങ്ങൻ. ഇവിടെയാണ് ഞങ്ങൾ ജോലി ചെയ്യണത്. ഞങ്ങൾ 3 മലയാളികളുണ്ട് ഇവിടെ. ഞങ്ങൾ FS ചെയ്യണം. അപ്പം രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട് ഈ മൂടൽ മഞ്ഞിൽ കൂടി ചവിട്ടുക എന്ന് പറയുന്നത് തന്നെ വേറൊരു വൈബാണ്. അത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്ത് പോകാറുണ്ട്. ഇവിടെ മൊത്തം കാറുകളാണ്. ഏത് വഴിയാണോ പോണ്ടേ? ഇതാണ് വഴി, ഇതിവിടെ പോണ്ടത്. ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അത് ഭയങ്കര വലിയൊരു കാടിനുള്ളിൽ കൂടിയൊക്കെ പോയായിരുന്നു. അത് അടിപൊളി പോയായിരുന്നു. അത് മറ്റേ ഇവിടെ ജർമ്മനിയിൽ ഓട്ടോ അറിയാം. ആ കാട്ടിൽ കൂടി ചെന്നിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം അതേ ഇറക്കത്തുനിന്ന് മൊബൈലും പിടിച്ചോണ്ട് വന്നിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ പാളി വീണാനിപ്പോൾ. അതായത് ഏത് വഴി കയറി പോണ്ടി, നമുക്ക് ഈ വഴി എടുത്ത് നോക്കാം. ഈ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടി കാരണം രാത്രി ഇരുട്ടത്തിൽ ഇതിൽ നടക്കാൻ പറ്റൂല. അതൊക്കെ നമ്മ പ്രതീക്ഷിക്കാത്ത ടൈമിൽ വന്നിട്ട് കുറച്ച് പേടിപ്പിക്കും നമ്മളെ. ഇതാണ് ഞങ്ങളുടെ ആർട്ട് ടൈമിൻ്റെ അടുത്തുള്ള പള്ളി. പക്ഷെ ഈ പള്ളി ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ വന്ന ടൈം തൊട്ട് ഇത് അടച്ചിട്ടേക്കാണ്. ഇതിലോട്ട് വേറെ കാര്യങ്ങളും ഇതൊന്നുമില്ല. അവിടെ പട്ടീനെ കൊണ്ട് 2 പട്ടികളെ തമ്മിൽ കണ്ടുകൂട്ടിയിട്ട് പണ്ടാറ്. ഞാൻ എന്നെക്കാളും ഫ്രണ്ടിൽ കയറി പോയി. ചവിട്ടിക്കോ എടാ, ഇതിൻ്റെ മൊബൈലും പിടിച്ചോണ്ട് ചവിട്ടിയിട്ട് ഗിയർ മാറ്റാൻ പറ്റുന്നില്ലെന്ന്. തേങ്ങ ഇതാണ് ഞങ്ങളുടെ സീനിൽ. അപ്പോൾ ഇത്ര നേരം ചവിട്ടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബാൻ ഓഫിൻ്റെ അടുത്തെത്തി. ബാൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ബാൻ ഓഫ് ഒന്നുമല്ല, ചെറിയ ബാൻ ഓഫ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മെയിൻ സിറ്റിയിലോട്ട് പോണത്. ഞങ്ങളിവിടെ മ്യൂണിക്കിലാണ് ഉള്ളത്. അപ്പോൾ അതേ കണ്ട ഡാ, അവനൊന്നും പറയാനില്ലേ, എന്തെങ്കിലുമൊക്കെ പറയടാ. അപ്പോൾ ഇത് വീണ്ടും ഇവിടെ നിന്ന് ഞങ്ങൾ സൈക്കിളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലോട്ട് കയറും, മെയിൻ റോഡിലോട്ട്. മെയിൻ റോഡിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോ പാൻ അതന്നെ അല്ലേ? അതെ, ഈ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് ഓട്ടോ പാനിലോട്ടാണ്. അപ്പോൾ ഈ ഇവിടെ നിർത്തിയിട്ട് സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കണ കട. അത് കാണിച്ചു തരാം. ആ വഴി പോകാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അല്ല, നമ്മുടെ ഡേഗയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ അതായത് ഞങ്ങളിവിടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ്റെ വീട്. സെറ്റ് വീടത്. ഞാൻ പോയിട്ടില്ല. ഇവനും എൻ്റെ കൂടെ ഉള്ള വേറൊരു പെങ്കുച്ചുണ്ട്, മലയാളി തന്നെയാണ്. അപ്പം അവർ രണ്ടുപേരും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി വീടാണ്. അതിൻ്റെ ഉള്ളൊക്കെ ഇൻറ്റീരിയറൊക്കെ പക്ക ജർമ്മൻ സ്റ്റൈലിലാണ്. എല്ലാം അടിപൊളിയാണ്. അതെ, ഇനി ഞാൻ വേറെ സാധനം കാണിച്ചത്. ഈ കടയാണ് ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് സാധനങ്ങൾ മേടിക്കുന്ന കട. ഈ കടയിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ എപ്പോഴും വരാറില്ല, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. കാരണം അറിയാമല്ലോ എന്താണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണ. അതെ, ഇവിടെ ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ അത് കാരണം ചെറിയ സാധനങ്ങൾ പെട്ടെന്ന് മേടിക്കാനായിട്ട് ഇടയ്ക്ക് ഞാൻ കയറി വരും. അല്ലാണ്ടുള്ള വരവൊന്നുമില്ല. ഞാൻ അകത്ത് കയറി
ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ. ഞങ്ങൾ ഒരു കോളം മേടിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ സൈക്കിൾ കൂട്ടി പോകുമ്പോൾ ദാഹിക്കും, അത് കാരണം. എടാ കോളം മേടിക്കടാ. ഇവിടെ പച്ചവെള്ളത്തിന്റെ വില കൊടുത്തേക്കുന്നത് കണ്ട €1 15. പക്ഷെ അതേസമയം ഇവിടെ ബിയറിന്റെ വില വന്നു വെറും 99 സെന്റ്. ഇതാണ് ജർമ്മനിയിൽ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിൽ പച്ചവെള്ളത്തിനേക്കാളും വില കുറവാണ് ബിയറിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇത് കാണിച്ചൊരു എക്സാമ്പിൾ. ഇവിടെ പച്ചവെള്ളത്തിന് 1.15 സെന്റ്. പക്ഷെ അതേ സമയം ഇവിടെ ബിയറിന് 99 സെന്റ്. എല്ലാവരും കണ്ട ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എല്ലാ ബിയറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതാണ് ജർമ്മനിയുടെ പ്രത്യേകത. പിന്നെ ഞങ്ങളുള്ള സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ബിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ് മ്യൂണിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ആ ബിയറിൻ്റെ ഒരു ട്രഡീഷൻ തന്നെയുണ്ട് ശരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അപ്പം എന്താ പറയുക, പക്ഷേ ഇവിടുത്തെ വില നിങ്ങൾ കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം വില കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും. ഒരു പെങ്ങാട് തിരിച്ചു കഴിഞ്ഞാലും ഇതിലും വില കുറവുള്ള സാധനങ്ങൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് ഞങ്ങളുടെ ബാനോഫിൻ്റെ അവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അത് പിന്നീട് കാണിച്ചു തരാം ഞാൻ. മക്കളുടെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. മിസ്റ്റർ ബീൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയത് ഇനി ഇവിടെ ഇത് റോസ്മാൻ എന്ന് പറഞ്ഞ കടയാണ്. ഇത് കോസ്മെറ്റിക് ഐറ്റംസൊക്കെ വിൽക്കണ കടയാണത്. പിന്നെ എന്താ പറയുക, ഇവിടെ ഈ ജർമ്മനിയിൽ ഇപ്പോൾ യൂറോപ്പിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഞാനത് ആദ്യമായിട്ട് കാണുന്നത് മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇപ്പോൾ പോയി മൂടൽമഞ്ഞൊക്കെ. ഇപ്പോൾ വീണ്ടും മാനം മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അലക്സ് ഫ്രണ്ടിൽ പോകണം. ഞങ്ങൾ സൈക്കിൾ ചേഞ്ച് ആക്കി. എൻ്റെ സൈക്കിൾ ഇപ്പോൾ അവൻ ചവിട്ടുന്നത്, അവൻ്റെ സൈക്കിൾ ഞാൻ ചവിട്ടുന്നത്. നല്ല തണുപ്പുണ്ട്. ഇല്ലില്ല, ഇപ്പം അടിപൊളിയായി. ഇവൻ ആദ്യം സൈക്കിൾ മേടിച്ച ടൈമിൽ ഇവൻ്റെ സീറ്റ് ഇച്ചിരി താഴ്ന്നിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹൗസ് മേസ്റ്ററിനോട് പറഞ്ഞിട്ട് അവനിപ്പോൾ ആ സീറ്റ് നേരെയാക്കി. ഇപ്പോൾ ചവിട്ടാനായിട്ട് നല്ല സുഖമുണ്ട് സൈക്കിൾ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഗൈസ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഓട്ടോബാനിൽ പോയി കഴിഞ്ഞാൽ നമ്മ നാട്ടിൽ കാണാത്ത പലതരം കാറുകൾ ഇവിടെ വെറുതെ. BMW ഒക്കെ നമ്മുടെ നാട്ടിൽ റെയർ ആയിട്ടല്ല കാണാറുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW ഒക്കെ ചവറ് പോലെയാണ്. കാണിച്ചത് അതൊരു പോർഷയാണ് വരുന്നത് ഗൈസ്. കണ്ടോ പോർഷെ. ബുക്കും ചെയ്താൽ മതി. ഇതിലോ ഇതൊരു ഇങ്ങനെ കാറുകളും കണ്ടു പോകാനായിട്ട് നല്ല രസം. ഇതൊരു മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീട്, ഫുള്ള് ട്രീ. റൂൾ നമ്പർ 1, തണുപ്പുള്ള ടൈമിൽ ഗ്ലൗസ് എടുക്കാണ്ട് പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ പെടും. കൈ വേനെടുത്തിട്ടേ ആദ്യത്തെ ടൈമിലൊക്കെ കൈയൊക്കെ മരവിച്ചിട്ടാകെ സീനായി. ഇപ്പം മരവിപ്പ് കുറച്ചും കൂടി കൂടിയിട്ട് കൈ ഫോൺ പിടിച്ചിട്ട് എനിക്കറിയില്ല. എടാ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഒരു ഗ്ലൗസ് എനിക്ക് തരും പറഞ്ഞാൽ മതി. ഈ കൈ എങ്ങനെ ഒന്ന് എനിക്ക് വേണ്ടേ? ഓടിക്കാൻ ഗ്ലൗസ് വേണമെന്നില്ല. അതിൻ്റെ പിടി പക്ഷെ നല്ല മറച്ചിരിക്കണം. അതിൻ്റെ ഇരുമ്പല്ലേ. വലിയൊരു പാടമാണത്, പാടം പോലത്തെ. കറക്റ്റായിട്ട് ഇവിടെ ട്രെയിൻ പോണതാണ് നമുക്ക്. പക്ഷെ ഇപ്പോൾ ട്രെയിനൊന്നും കാണാനില്ല. ട്രെയിൻ പോകുന്ന റൂട്ടാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എസ്പാനിൽ വോൾഫ്രാഡ് ഹൗസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ കറക്റ്റ് നല്ല അടിപൊളി വ്യൂസ് അവിടെ.
അതായത് ചെറുതായിട്ടൊരു കുന്നിൻ്റെ മുകളിൽ കൂടിയൊക്കെ ട്രെയിൻ പോണത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഇപ്പോൾ ഈ പാടത്തേക്കൂടെ നമുക്ക് സൈക്കിളിൽ ചവിട്ടി പോവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായി ഇപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്ത് തുടങ്ങിയാലോ ഞങ്ങൾ ആലോചിച്ചിട്ട്. പക്ഷേ ടൈം ഇടുന്നുണ്ടായില്ല. ഇപ്പം എനിക്ക് ഉരുളോപ്സായിട്ടാണ്. അപ്പോൾ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം നോക്കിയാലെന്ന് ആലോചിച്ചു. അപ്പം മച്ചാന്മാരെ ഞങ്ങൾ അതേ ചവിട്ടി ഏതോ കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു റോട്ടിലേക്ക് എത്തിക്കണത്. ബാക്കിൽ അലക്സ് പിന്നെ പതിയെ ചവിട്ടി. അപ്പോൾ ഞങ്ങൾ നേരെ അറിയില്ല. ഞങ്ങൾ നേരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്കുള്ള റോഡാണെന്നും ഇല്ലില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെ ഇതാണ് വഴി. മൊത്തം മറ്റേ പൈൻമരം അല്ലടത്. ആ, ഏതൊക്കെയോ മരങ്ങളുള്ള വഴി ഇതാണ്. അപ്പം എന്തായാലും നല്ല അടിപൊളി വഴിയാണ്ടത്. റോഡ് പോയേക്കണ നല്ല ആംബിയൻസ് ഉള്ള ഒരു ചെറിയ കാട്ടി കൂടിയാണ് പോയേക്കണേ. നിനക്ക് കുറച്ചുകൂടി പോയേക്കോ. അതെ ഇതാണൊരു കാട്. അതേടാ വോൾഫ് റോഡ് ഹൗസ് റൂട്ടാണിത്. ഇക്കിങ് കഴിഞ്ഞിട്ടില്ല വോൾഫ് റോഡ് ഹൗസ്. ഇതേടാ ഇത് നോക്ക്, ഇത് ഇക്കിങ്ങായി. നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ശ്രമിച്ചിട്ട് പോവാം. സൈക്കിൾ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തേക്കാണിത്. കറക്റ്റ് ഉണ്ട്. അലക്സിൻ്റെ സൈക്കിളിൻ്റെ കോട്ടിൻ്റെ കളർ ഒരേപോലെ. സോറി, സൈക്കിളിൻ്റെ കോട്ടിൻ്റെ കളറല്ല, സൈക്കിളിൻ്റെ കളർ. അപ്പോൾ ഇതാണ് പൈൻ കാട്. ഇവനാ പറഞ്ഞതിൻ്റെ അടുത്ത് ഇതാണ് പൈൻ മരമെന്ന്. എനിക്കറിയില്ല ഗൈസ്, പൈൻ മരമാണെന്നാണ് പറയുന്നത്. പക്ഷേ നീ ഈ സ്ഥലം നോക്ക്, വേറെ ലെവൽ സ്ഥലമല്ലേ. ചെറുതായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഏരിയ ആണിത്. അതെ ഫോട്ടോഷൂട്ട് ഏരിയ ആണെന്നാണ് നമ്മുടെ അലക്സ് പറയുന്നത് ഗൈസ്. ഇതേ ഒരു വണ്ടി വരുന്നു. ഇത് ഏത് വണ്ടിയാണെന്നറിയില്ല. നല്ല സ്ഥലങ്ങളാണ്. ഞങ്ങൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ നോക്കിയായിരുന്നു. പക്ഷെ അവിടെ അടച്ചിട്ടേക്കായിരുന്നില്ലേ, അവിടെ മരങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചിട്ടേക്കായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു കാടുണ്ടാകും. ഞങ്ങൾ അതിൽ കുറച്ച് 2-3 ദിവസം മുമ്പ് പോയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് ഇനി പോകണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അതെ ഇതാണ് സ്ഥലം. കണ്ടോ, വഴി കണ്ടോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഡാർക്ക് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വഴി മനസ്സിലാവും. അതേപോലത്തെ ഒരു വഴി. കാറ് പോയിരിക്കുകയാണ്. ഇത് ഇക്കിങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഇതേപോലത്തെ വഴികളൊക്കെ കുറേ ഉണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ താമസിക്കണം, ഞങ്ങളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബയേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. അപ്പോൾ ബയേണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് ബയേണിൽ കൂടിയുള്ള ട്രെയിൻ യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം കുന്നുകളിൽ കൂടിയും കാടുകളിൽ കൂടി ഇതേപോലത്തെ കാടുകളുണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആയിരിക്കും ട്രെയിൻ പോണത്. അപ്പോൾ ബയേണിലുള്ളവർക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഇനി ബയേണിലോട്ടൊക്കെ വരാതിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാഗ്യവന്മാരാണ്. കാരണം അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണത്. എന്താ പറയുക, നല്ല രസമാണിത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സൈക്കിളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയേക്കണത്. ഇപ്പം ഈ റോട്ടിൽ കൂടി നേരെ പോയി അറിയാൻ പാടില്ല. ഞങ്ങൾ വോൾഫ് റോഡ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോണത്. അപ്പോൾ ആ വഴി പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ റോഡുകൾ അതായത് കാട്ടിൻ്റെ ഇടയിൽ കൂടിയുള്ള റോഡുകൾ നല്ല വൈവാണ്. മെയിനായിട്ട് പൈൻകാടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇനി പോകുമ്പോൾ കാണിച്ചിടേ, അലക്സിനെ കാണിച്ചിടേ. എന്തെങ്കിലും പറയടാ, എന്തെങ്കിലും പറ. ഈ അലക്സ് അവൻ പറയും ഇനി